രാജ്ഭവനിലെ വിരുന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചതോടെ സർക്കാർ ഗവർണർ പോര് കടുക്കുന്നു. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ ബാക്കിപത്രമായിരുന്നു ബഹിഷ്കരണം. ഡിജിറ്റൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളിൽ സ്ഥിരം BC നിയമനത്തെ ചൊല്ലിയുള്ള തർക്കം സുപ്രീം കോടതിയിലാണ്. സമവായത്തിന് ഇരുപക്ഷവും തയ്യാറാകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടും ഒരിഞ്ച് പോലും പിന്മാറാൻ സർക്കാരോ ഗവർണറോ തയ്യാറായിട്ടില്ല. അരുൺ വിവരങ്ങൾ നൽകും. അരുൺ, എന്തായാലും ഗവർണർ സർക്കാർ പോര് അത് കടുക്കുന്നു എന്ന് തന്നെയല്ലേ ഈ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും സർക്കാർ ഗവർണർ പോര് പുതിയ തലങ്ങളിലേക്ക് നീങ്ങുന്നു. സമവായത്തിന്റെ സാധ്യതകൾ ഇരുപക്ഷവും നോക്കണമെന്നായിരുന്നു ഡിജിറ്റൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട കോടതി വിധിയിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയത്. പക്ഷേ അവിടെ സമവായമല്ല, പകരം കൂടുതൽ ശക്തമായ പോരിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെ വ്യക്തമാണ്. ഇന്നലെ ഓഗസ്റ്റ് 15 സാധാരണ ഗവർണറുടെ വിരുന്നാണ്. സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകൾക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അത്തരത്തിൽ ഭരണരംഗത്തെ പ്രമുഖർക്കുമായി ഗവർണർ അറ്റ് ഹോം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി രാജ്ഭവനിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ വിരുന്ന് നൽകാറുണ്ട്. ആ വിരുന്നിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നു. അദ്ദേഹം ഇതിന് പങ്കെടുക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ആ വിരുന്നിൽ പങ്കെടുത്തില്ല. സംസ്ഥാന സർക്കാരിനെ പ്രതിദാനം ചെയ്ത് പങ്കെടുത്തത് സംസ്ഥാന ചീഫ് സെക്രട്ടറി മാത്രമാണ്. രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരാരും പങ്കെടുത്തില്ല. പ്രതിപക്ഷവും വിട്ടുനിന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ഇത് സ്വാഭാവികമായും ഈ സർവകലാശാലകളിലെ ഇപ്പോഴത്തെ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഭാരതാംബ വിഷയത്തിലാണ് പുതിയ ഗവർണറുമായി സർക്കാർ നേരിട്ടുള്ള പോര് തുടങ്ങിയത്. അതിനുശേഷം ഇത്തരം കാര്യങ്ങൾ സർവകലാശാല വിഷയങ്ങൾ വരുമ്പോൾ ആ പോര് കടുക്കുകയാണ്. സർക്കാരിൻ്റെ നിർദ്ദേശം പാനൽ അവഗണിച്ചുകൊണ്ട്, സുപ്രീം കോടതിയുടെ നിർദ്ദേശം കൂടി അവഗണിച്ചുകൊണ്ടാണ് താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർ നിലപാടെടുത്തത്. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വരെ ചോദ്യം ചെയ്ത സിസ്ത തോമസിനെയും ഡോക്ടർ ശിവപ്രസാദിനെയും തന്നെ വീണ്ടും 2 സർവകലാശാലകളിലേക്ക് നിയമിക്കുകയായിരുന്നു. അതിനുശേഷമാണ് സർക്കാർ അത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ പോയത്. 2 ഭാഗവും ഒരുമിച്ച് പോകണമെന്ന് പലതവണ സുപ്രീം കോടതി പറഞ്ഞിട്ടും അത് ഉണ്ടായില്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതി തന്നെ ഒരു സെർച്ച് കമ്മിറ്റി UGC പ്രതിനിധി ഒഴികെയുള്ള 4 പേരുടെ പട്ടിക വീതം 2 പക്ഷവും, അതായത് സർക്കാരും രാജ്ഭവനും നൽകട്ടെ, സുപ്രീം കോടതി തന്നെ ഒരു പാനൽ തയ്യാറാക്കാം. സുപ്രീം കോടതി തന്നെ VC തീരുമാനിക്കുന്ന നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വച്ചത്. അതിൽ സർക്കാരിൻ്റെ പാനൽ റെഡിയാണ്. കഴിഞ്ഞ ദിവസം കോടതി ചേരുമ്പോൾ ഗവർണർ, ചാൻസലർ കൂടിയായ ഗവർണർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു ഈ പാനൽ സമർപ്പിക്കാൻ. അങ്ങനെ തിങ്കളാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കും. അപ്പോൾ ഈ രണ്ടുപേരുടെയും ഒരേ ആളുകളാണ് ഈ പാനലുള്ളതെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് സർക്കാർ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. അരുൺ, ഇവിടെ ഒരിഞ്ച് പോലും പിന്നോട്ടില്ല, അല്ലെങ്കിൽ പിന്മാറാൻ തയ്യാറല്ല എന്ന് ഒരേപോലെ ആവർത്തിക്കുകയല്ലേ സർക്കാരും ഗവർണറും? അതിന്റെ ഒരു ഭാഗം കൂടിയല്ലേ ഈ വിരുന്നടക്കം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു വലിയ ബഹിഷ്കരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്? തീർച്ചയായിട്ടും അതുതന്നെയാണ്. ഏതെങ്കിലും സാഹചര്യത്തിലൂടെ ഒരു സമവായം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുമ്പോൾ മന്ത്രിമാരെ, സർക്കാർ ഉദ്യോഗസ്ഥരെ ചർച്ചയ്ക്ക് വിളിക്കാൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ചർച്ചയ്ക്ക് വിളിക്കാൻ ഗവർണർ തയ്യാറായി. അതിന് തൊട്ട് പിന്നാലെ മുഖ്യമന്ത്രി 2 മന്ത്രിമാരെ R ബിന്ദുവിനെയും അതുപോലെ P രാജീവിനെയും ചുമതലപ്പെടുത്തി ഗവർണറുമായി ചർച്ചകൾ നടത്താൻ. ആ ചർച്ചയും നടന്നിരുന്നു. അതൊരു മഞ്ഞുരുകലിൻ്റെ തുടക്കമായി അല്ലെങ്കിൽ സാധ്യതയായി നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. അതിനുശേഷവും ഈ ഗവർണർ നിലപാടുകളിൽ അല്പം പോലും ഈ VC നിയമനത്തിൽ പിന്നോട്ട് പോയില്ല. അതോടുകൂടി സർക്കാരും അതേ ലൈനിലേക്ക് വരികയായിരുന്നു. ഒരു കാരണവശാലും ഒരു സമവായം എന്നുള്ള കാര്യമില്ല. കാരണം കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു തന്നെ പറഞ്ഞത് അതിനുള്ള വഴികളൊക്കെ ഗവർണർ തന്നെ അടയ്ക്കുകയാണ്. അത്ര എളുപ്പമല്ല സമവായം. ഏതായാലും ഗവർണറുടെ നിലപാടുകൾ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ചോദ്യം ചെയ്ത് തന്നെ മുന്നോട്ട് പോകുമെന്ന് സർക്കാർ വ്യക്തമാകുന്നു. ഗവർണറാകട്ടെ തൻ്റെ നിലപാടിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ട് പോകുന്നുമില്ല. സർക്കാരും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അത് ഈ സർവകലാശാല വിഷയങ്ങളിൽ മാത്രമല്ല, ഓർഡിനൻസുകളുടെ കാര്യത്തിലൊക്കെ ഈ അനിശ്ചിതത്വം ഉണ്ടായേക്കാം. ബില്ലുകൾ ഇപ്പോഴും രാജ്ഭവൻ്റെ പരിഗണനയിലാണ്. രാജ്ഭവൻ ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നു. അത്തരം പ്രശ്നങ്ങൾ സജീവമായി തന്നെ നിൽക്കുന്നു. ഇന്നലത്തെ അറ്റ് ഹോമിന് സർക്കാർ 15 ലക്ഷം രൂപ സർക്കാരിൻ്റെ ട്രഷറി നിയന്ത്രണമൊക്കെ മറികടന്നുകൊണ്ട് 15 ലക്ഷം രൂപ അനുവദിച്ചതെങ്കിൽ പോലും ആ വിരുന്നിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് ഒരു തരത്തിലും സമവായ നീക്കത്തിന് സർക്കാരും ഉദ്ദേശിക്കുന്നില്ല. പോരാടി തന്നെ മുന്നോട്ട് പോകാൻ, നിയമപരമെങ്കിൽ നിയമപരം, രാഷ്ട്രീയമെങ്കിൽ രാഷ്ട്രീയം, അത്തരം ഒരു പോരാട്ടം തന്നെ ഈ വിഷയത്തിൽ തുടരാൻ സർക്കാർ തയ്യാറാണെന്നതിൻ്റെ സൂചനയായി കൂടി തന്നെ കാണണം. ഗവർണറും അതേ നിലപാട് തന്നെയാണ്. ഗവർണർ പറയുന്നതനുസരിച്ച് അദ്ദേഹം ചെയ്യുന്നത് കൃത്യമായ ഭരണഘടനാപരമാണെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ സർക്കാർ അതിനെ ചോദ്യം ചെയ്തു. അങ്ങനെ അത്തരത്തിലുള്ള കടുത്ത സംഘർഷത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. VV അരുണാണ് വിവരങ്ങൾ നൽകി.